2025 നടക്കാൻ പോകുന്ന 9ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയുടെ മാതൃകാ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ പറന്നു കാണാൻ പോകുന്ന ലോകങ്ങൾക്കിനി 700 വർണ്ണങ്ങൾ. ഈ വാക്യത്തിൻ്റെ ആശയത്തിന് ഏറ്റവും യോജിച്ച പ്രസ്താവന ഏതാണ്? സ്വാതന്ത്ര്യം മഹത്തരമാണ്, ലോകത്തിന് പല വർണ്ണങ്ങളാണ്, ചിറകുകൾക്ക് സൗന്ദര്യമുണ്ട്, സ്വാതന്ത്ര്യദിനം സുന്ദരമാണ്. ഏതാണ് ആൻസർ? ആൻസർ സ്വാതന്ത്ര്യം മഹത്തരമാണ് എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം മഹത്തരമാണ്. അടുത്ത രണ്ടാമത്തത് വാക്യം, വേഗം വാ കുട്ടി, എന്തോ ഓർത്ത് വിഷമിക്കണുണ്ട്. ഈ സംഭാഷണത്തിൽ തെളിയുന്നതെന്ത്? എന്താണ്? തത്തയ്ക്ക് കുട്ടിക്കൃഷ്ണനോടുള്ള അനിഷ്ടം, ഭാഗ്യലക്ഷ്മിയും കുട്ടിക്കൃഷ്ണനും തമ്മിലുള്ള സ്നേഹം, കുട്ടിക്കൃഷ്ണന്റെ സങ്കടത്തിലുള്ള തത്തയുടെ ആഹ്ലാദം, തത്തയും കുട്ടിക്കൃഷ്ണനും തമ്മിലുള്ള അടുപ്പം. ഏതാണ്? ആൻസർ നാലാമത്തെ ഓപ്ഷനാണ് ശരി, തത്തയും കുട്ടിക്കൃഷ്ണനും തമ്മിലുള്ള അടുപ്പം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചിരിയും പ്രശംസാവചനങ്ങളും പിന്നാലെ പണവും പ്രവഹിച്ചു. പ്രശംസാവചനങ്ങൾ എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം എന്താണ്? ഇവിടുത്തെ ആൻസർ പ്രശംസിക്കാനുള്ള വചനങ്ങൾ. അങ്ങനെയുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പൊ പ്രശംസിക്കാനുള്ള വചനങ്ങൾ എന്നതാണ് അതിന്റെ ആൻസർ കേട്ടോ. പ്രശംസിക്കാനുള്ള വചനങ്ങൾ. അടുത്തത്, പൂന്തേൻ കൂട്ടി കനികളുരുട്ടി പ്രിയമോടൂട്ടാനില്ലാരും. കവി ഇങ്ങനെ പറഞ്ഞതിൻ്റെ പൊരുളെന്ത്? എന്താണ്? പ്രകൃതിനാശം സർവനാശത്തിന് കാരണമാകും എന്ന സങ്കടം. അടുത്തത്, ശരിയായ പദച്ചേരുവ കണ്ടെത്തി എഴുതുക. ഏതാണ് ഇവിടത്തെ? മാറി അകന്ന്, മാറി അകന്ന്, അതാണ് ശരിയായിട്ടുള്ളത്. അജ്ഞാതമായ, അജ്ഞാതം ആയ എന്നാണ്, മായ എന്നാണ് എഴുതിയിരിക്കുന്നത്, ആയ എന്നാണ്. അടുത്ത, ചന്തമുള്ള, ചന്തം ഉള്ള. പിന്നെ പണം എത്രയും, പണം എത്രയും. ഇവിടെ മെത്രയും എന്നാണ് കൊടുത്തേക്കുന്നത്, മെത്രയും അല്ല, എത്രയും. ഇനി 6 മുതൽ 8 വരെ ചോദ്യങ്ങളിൽ 2 2 3 വാക്യത്തിലാണ് ഉത്തരം എഴുതേണ്ടത്. നോക്കുള്ളൂ, മറ്റുള്ളവരെ പോലെ ഇവരും ദൈവത്തിന്റെ മക്കളാണ്. ഈ വാക്കുകളിൽ തെളിയുന്ന സന്ദേശം 2 സൂചനയായി എഴുതുക. എന്തെഴുതാം? എല്ലാവരും സഹോദരങ്ങളാണ്, എല്ലാവരും തുല്യ പരിഗണനയും അവകാശവും അർഹിക്കുന്നു. 7ാമത്തെ ക്വസ്റ്റ്യൻ, കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ അനേകം അക്ഷരങ്ങൾ. ഈ വരികളുടെ അർത്ഥവ്യാപ്തി കണ്ടെത്തി എഴുതുക. എന്താണ്? സാമൂഹികമായ അസമത്വം ഇല്ലാതാകുന്നു, പിന്നാക്ക ജനതയുടെ ജീവിതം പ്രകാശപൂർണമാകുന്നു, അറിവിന്റെ ലോകം അവർക്ക് പുതിയ തിരിച്ചറിവുകൾ നൽകുന്നു. ഇനി അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കണം. സുജിത്തും സുനിതയും അനാഥരായി, അവർ അമ്മുമ്മയുടെ വീട്ടിലെത്തി. അപ്പോൾ ഇത് 2 സെന്റൻസ് ആയിട്ടാണ് എഴുതിയേക്കുന്നത്. ഇതിനെ ഒരൊറ്റ സെന്റൻസ് ആക്കി എങ്ങനെ എഴുതാം? അനാഥരായ സുജിത്തും സുനിതയും അമ്മുമ്മയുടെ വീട്ടിലെത്തി. ഒരൊറ്റ സെന്റൻസ്. എന്നാൽ ഈ 2 സെന്റൻസിലുള്ള അർത്ഥം അതേപോലെ അതിൻ്റെ അകത്ത് ഉണ്ട് എന്താനും. ഇനി 9 മുതൽ 14 വരെ ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് ഉത്തരം എഴുതണം. അരപ്പുറത്തിൽ കവിയാതെ എഴുതണം. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കുന്നില്ല, ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് വായിച്ച് ടെക്സ്റ്റൊക്കെ വായിച്ച് ഉത്തരം എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ.